അബ്സല്യൂട്ട് ത്രില്ലർ അങ്ങനെ തന്നെ പറയാം. ശ്രീലങ്ക വേഴ്സസ് ഇന്ത്യ സെക്കൻഡ് ടെസ്റ്റ് മാച്ച് വെച്ചാണ് പറയുന്നത്. കൊളംബോയിൽ നടന്ന ടെസ്റ്റ് വെച്ചാണ് പറയുന്നത്. ഈ ബാറ്റിൽ നിന്ന്, അതായത് ലാസ്റ്റ് 3 ദിവസം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഇന്ത്യയിൽ നിന്ന് ആ ജയം പിടിച്ചു വാങ്ങി സമനില നേടുകയുണ്ടായത്. ശ്രീലങ്കയ്ക്ക് വേണ്ടി സെക്കൻഡ് ഇന്നിങ്സിൽ അവരുടെ ഒരുവിധം എല്ലാ ബാറ്റ്സ്മാരും ശക്തമായി ചെറുത്തു നിന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയുന്ന ഒരു പ്ലെയറാണ് സോണൽ ഡിനൂഷ. ഫസ്റ്റ് കളിയിലും ആൾ നന്നായി കളിച്ചിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സ് സെഞ്ചുറി, സെക്കൻഡ് ഇന്നിങ്സിൽ ഒരു 84 എടുത്തു. ഈ ടെസ്റ്റിൽ അയാൾ 2 ഇന്നിങ്സിലും സെഞ്ചുറി നേടി. സെക്കൻഡ് ഇന്നിങ്സിൽ സെഞ്ചുറിക്ക് പ്രത്യേകത വെച്ചാൽ 131 റണ്ണാണ് എടുത്തിട്ടുള്ളത്. അതിൽ ആൾ ഡിഫൻഡ് ചെയ്ത ബോൾ എന്ന് പറഞ്ഞാൽ 264 ബോൾസ് ആണ് ആൾ ഫേസ് ചെയ്തത് സെക്കൻഡ് ഇന്നിങ്സിൽ. അതിന് പ്രത്യേകിച്ച് പ്രോപ്പർ ടെസ്റ്റ് ഇന്നിങ്സ് എങ്ങനെയെന്ന് പറഞ്ഞാൽ അത് ഇന്ന് കണ്ടത്. കാരണം ഇന്നലെ ഒരു വിക്കറ്റ് 3 വിക്കറ്റ് അടുപ്പിച്ച് പോയപ്പോൾ, ടീക്ക് ശേഷം 3 വിക്കറ്റ് അടുപ്പിച്ച് പോയപ്പോൾ അദ്ദേഹം ഡിഫൻസിലേക്ക് പോയി. അതായത് ലാസ്റ്റ് കളി ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ഡിഫൻസിലേക്ക് ഇരുന്നു. അതിനുശേഷം ഇന്ന് ആള് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ടെന്ന്, സിംഗിൾ എടുത്ത് കളിക്കുമ്പോൾ റേഞ്ച് പല സമയത്തും പല ഗിയറാണ് കളിച്ചിരുന്നത്. ദാറ്റ് ഇസ് ഒരു സൂചനയാണ്, ഒരു നല്ല ഗ്രേറ്റ് ടെസ്റ്റ് ബാറ്റ്സ്മാന്റെ ഒരു സൂചനയാണ്. നമുക്ക് നോക്കാം ആളിനി ശ്രീലങ്ക പുറത്ത് കളിക്കുന്ന സമയത്ത് എങ്ങനെ കളിക്കും എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, പിന്നെ ഇന്ത്യക്ക് ഇത് എവിടെയാണ് പഴിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ശുദ്ധ മണ്ടത്തരം എന്ന് പറഞ്ഞിരുന്നു. ശ്രീലങ്കനെ ഫോളോ ഓൺ ചെയ്യാൻ വിട്ടത് തന്നെ ശുദ്ധ മണ്ടത്തരം ഞാൻ പറഞ്ഞിരുന്നു. അത് അടിപൊളിയാണെന്ന പെർഫോമൻസ് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തുണ്ടായത്. കാരണം 3 ദിവസം തുടർച്ചയായി ഇന്ത്യൻ ബോളേഴ്സ് ബോൾ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചതിന് പല ബോളേഴ്സിന്റെയും പെർഫോമൻസ് വളരെ താഴെ തന്നെയായിരുന്നു. സിറാജിന് പരിക്ക് പറ്റി, ജഡേജയ്ക്ക് പരിക്കുണ്ടായിരുന്നു, എന്നിട്ടും ആൾ ബോൾ ചെയ്തു. സിറാജ് ടെസ്റ്റ് ഒരു 15 ഓവറാണ് ഈ സെക്കൻഡ് ഇന്നിങ്സിൽ ആൾ ബോൾ ചെയ്തത്. അപ്പോൾ എന്ത് സംഭവിച്ചു ഞാൻ പറഞ്ഞു വെച്ചാൽ, ഇന്ത്യ അവരെ ഫോളോ ഓൺ ചെയ്യാതെ ഇന്ത്യ രണ്ടാമത് ബാറ്റ് ചെയ്ത് 200 റൺ എടുത്ത ശേഷം ഒരു 5 സെഷൻ ശ്രീലങ്ക കൊടുക്കേണ്ടിയിരുന്നു. അങ്ങനെയാണെന്നെങ്കിൽ ലാസ്റ്റ് ദിവസം ഫുൾ ഓൺ അറ്റാക്കിൽ ഇന്ത്യക്ക് അവരെ അറ്റാക്ക് ചെയ്യായിരുന്നു, വിക്കറ്റ് നേടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് സമയത്ത് ഇന്ത്യൻ അടുത്തൊന്നും സോണൽ ഡിനൂസ് ബാറ്റ് ചെയ്യുന്ന സമയത്തൊന്നും അടുത്തൊന്നും ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നില്ല, ഒക്കെ ബൗണ്ടറി നിർത്തിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് ഇന്ത്യ സ്കോർ ബോർഡിൽ ഇഷ്ടംപോലെ റൺ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ശ്രീലങ്കൻ ബാറ്റ്സ്മാൻമാർ മെന്റലി തളർന്ന് അവർ ഡിഫൻസിലേക്ക് പോവുകയും വിക്കറ്റ് നേടാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടെന്നല്ല, അമ്മണ്ണ തീരുമാനം കൊണ്ട് ഇന്ത്യക്ക് ഈ ടെസ്റ്റ് സമനിലയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. ഈ ടൂർണമെന്റിൽ മാൻ ഓഫ് ദി സീരീസ് ആയി തെരഞ്ഞെടുത്തത് ദേവദത്ത് പടിക്കലാണ്. മാൻ ഓഫ് ദി മാച്ച് സോണൽ ദിനൂഷ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ മാൻ ഓഫ് ദി സീരീസും മാൻ ഓഫ് ദി മാച്ചും സോണൽ ദിനൂഷയ്ക്ക് തന്നെ കൊടുക്കണം. കാരണം 3 സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും നേടിയ സോണൽ ദിനൂഷ തന്നെയാണ് ഈ ടൂർണമെന്റിലെ താരം എന്ന് എൻ്റെ അഭിപ്രായം.